അത് ആരംഭിച്ചതിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ബസ്സുകളും പ്രിയദർശിനി എന്നുള്ളത് മാറ്റി അല്ലാതെ തന്നെ ഓർഡിനറി വേറെ തരത്തിൽ മാറ്റുകയാണ്. ബസ്സുകൾ ഒരു ഓർഡിനറി ബസ് ഓടാൻ പറ്റാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ വന്നാൽ ആ റൂട്ടിൽ പിന്നെ ബസ്സില്ല. ഇങ്ങനെ ബസ്സുകൾ നിർത്തുന്നത് കൂടാതെ സ്ത്രീകളെ അവമാനിക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത്. ഒരു പണിയില്ലാതെ നിങ്ങളൊക്കെ ഇങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ നടക്കുകയാണോ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇത് ഒരു വിളിച്ചു വരുത്തി അവമാനിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ പറയും. സദ്യ വിളമ്പിയിട്ട് എന്തിനാണ് നിങ്ങളൊക്കെ ഉണ്ണാൻ വന്നത്, വേറെ എവിടെയും പോയി പൈസ കൊടുത്ത് കഴിച്ചൂടെ എന്ന് പറയുന്ന പോലെ ആളുകളെ അവമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് വന്നത്. അതിനൊപ്പമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ആശുപത്രികളെ പറ്റി പറഞ്ഞത്. സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കും, സർക്കാർ ആശുപത്രിയിലേക്ക് വന്ന് കിടന്നോളും, ഒരു ബെഡും ഇല്ലെങ്കിൽ താഴെ കിടന്നോളും. ഇതും ഇതുപോലെ തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവരുടെ ഒരു മാടമ്പി സ്വഭാവത്തിൽ ഞങ്ങൾ കൊടുക്കുകയാണെന്നുള്ള സമീപനത്തിലാണ്. സർക്കാർ ആശുപത്രിയിൽ ബെഡില്ലെങ്കിൽ ആരെയും കിടത്തണ്ടെന്നൊരു തീരുമാനം നേരത്തെ മന്ത്രി പറഞ്ഞു. അതായത് ബെഡ് എല്ലായിടത്തും ബെഡില്ല, അടിയന്തരമായ രോഗികൾ വന്നാൽ പനി സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലാതെ അടിയന്തര ചികിത്സയ്ക്ക് വന്നാൽ ആളുകൾ അല്ലാതെ അഡ്മിറ്റ് ചെയ്യും. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എത്ര സൗകര്യം ഉണ്ടെങ്കിലും പിന്നെ ആളുകൾ കൂടുതൽ വരും. നല്ല ചെലവേറിയതാണ് ഇന്ന് സ്വകാര്യ ചികിത്സ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആരെയും അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ അതിനെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. യാതൊരു കാര്യമില്ലാതെ എന്തിനാണ് നിങ്ങളൊക്കെ ആശുപത്രിയിൽ ഈ സർക്കാർ ആശുപത്രി പോരുന്നത്? പിള്ളേരെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ആളുകൾ ഇനി ആശുപത്രി പോകണ്ട എന്ന സർക്കാർ ആശുപത്രി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നതൊക്കെ ഇവരുടെ മനസ്സ് വ്യക്തമാക്കുന്നതാണ്. ഇതിനൊന്നും പണം ഒരു മേഖലയെ കൊടുക്കുന്നുമില്ല, ഉള്ളതൊക്കെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങേയറ്റം ധിക്കാരമാണ് ഇവരെയൊക്കെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് വ്യക്തമാകുന്നത്. ഇത് ഒരിടത്തുനിന്നല്ല, മുഖ്യമന്ത്രിയുടെ തന്നെ സമീപനങ്ങളുടെ തുടർച്ചയാണ് ഇതൊക്കെ. മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഏറ്റവും വിവാദമായി നിൽക്കുന്നത് ഹെലികോപ്റ്ററിൽ പോയത് ഞാനൊരു രഹസ്യമായ ഒരു സ്വകാര്യ ഇൻവെസ്റ്ററെ കാണാനാണ്, സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിനെ കാണാനാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഇത് വായിക്കണം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്, ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി റെപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വ്യവസായിയെ കാണാൻ പോകണമെങ്കിൽ രഹസ്യമായിട്ട് ഏതെങ്കിലും ഡീല് നടത്താനൊന്നും പറ്റില്ല. ആരെയാണ് കാണാൻ പോകുന്നതെന്നൊക്കെയുള്ള സാധാരണ ഇത് കൃത്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയേണ്ടതാണ്. അതിനു പകരം ഞാൻ പോയി പറയാൻ പറ്റില്ല. അപ്പോൾ പുറത്തു പറഞ്ഞാൽ അപകടം ഉണ്ടാവുന്ന ഒരു ഇൻവെസ്റ്ററെ കാണാനാണോ പോയേക്കുന്നത്? ഇതെങ്ങനെ ഏതെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും ഗൂഢാലോചന നടത്തുന്ന ഒരു പരിപാടിയല്ലല്ലോ സംസ്ഥാനത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുന്നത്. നേരത്തെയുള്ള സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഇനി ഭാവി വരാൻ പോകുന്ന സർക്കാരുകളും കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരണം, കൂടുതൽ ജോലി സാധ്യത വരണം. പക്ഷേ ദുരൂഹമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാ? എന്നിട്ട് ചോദിക്കുന്ന പത്രക്കാരോട് തട്ടിക്കയറുക. ഇതൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഇവിടെ സംസാരിക്കാനും ചോദിക്കാനും പത്രക്കാർക്ക് അവകാശം ഇല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ചോദിക്കുന്ന പത്രക്കാരെ അവമാനിക്കുക. ഇന്നലെ ഞാൻ കണ്ടു, മറ്റു പലരും നമ്മളെല്ലാം കണ്ടതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്ന് ഇപ്പുറത്തിരിക്കുക, എന്നിട്ട് പ്രസംഗം നടത്തുക. ഏത് പത്രപ്രവർത്തകരോടെ എന്നുള്ളത് എനിക്കറിയില്ല, കാണുന്ന വിഷയതാണ്. നിങ്ങൾ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് പ്രസംഗിച്ചോടങ്ങ്. കേരളത്തിൽ പത്രക്കാർക്ക് സ്വതന്ത്രമായി ചോദിക്കാൻ അവസരമുള്ള ഒരു സ്ഥലമാണ് ഏത് സമയത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇങ്ങനെ അല്ലായിരിക്കും. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പത്രങ്ങളുടെ പേരെടുത്ത് പറയുന്നു, ഇന്നലെ ദേശാഭിമാനിയും കൈരളി എടുത്തു പറയുന്നു, നാളെ വേറൊരു പത്രപ്രവർത്തകരോടും പറയും, അവരെ മാനസികമായിട്ട് തകർക്കും. അങ്ങനെ ചെയ്യുന്ന രീതി, ആ രീതിക്കൊപ്പം സ്വന്തം നിലപാടുകൾ ഒരു മുഖ്യമന്ത്രി എന്നല്ല, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സ്വന്തം കാര്യത്തിന്, വ്യക്തിപരമായ കാര്യത്തിന് പോയാൽ ആരും ചോദിക്കില്ല. സർക്കാരിന്റെ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോയത് എവിടെയാണ് എന്ന് മറുപടി പറയാൻ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കാണാൻ പോയത് ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. ഇതൊന്നും രഹസ്യമായിട്ട് അപ്പൊ ഇൻവെസ്റ്ററെ കാണാൻ പോകുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കാണാൻ പോകുന്നു എന്ന് പുറത്തു പറയാതെ വ്യക്തിപരമായി ഇത് രഹസ്യമായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്. അപ്പൊ അതിനെ ന്യായീകരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കാണിച്ചിരിക്കുന്നതിന്റെ എല്ലാ സ്വഭാവമുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണല്ലോ മന്ത്രിമാരും കാണുന്നത്. അല്ല, അതൊക്കെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയാൻ പാടില്ല. മുഖ്യമന്ത്രിയല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പറയാൻ പാടില്ല, ഒരു പൊതുപ്രവർത്തകനും പറയാൻ പാടില്ല. അദ്ദേഹം മുഴുവൻ ആളുകളെ കളിയാക്കുമല്ലേ ചെയ്തേ. അദ്ദേഹം ആ കാര്യത്തിനകത്ത് വാസ്തവത്തിൽ അദ്ദേഹം ഇങ്ങനൊരു വലിയ ആഡംബരമായ ഒരു വലിയ സദ്യ ആ മാനസികാവസ്ഥയോടെ കഴിക്കാൻ പറ്റുമോ അപ്പോഴെന്നുള്ളതാണ് ആളുകൾ ചോദിച്ചത്. ആളുകൾ കുറെ പേര് കടലിൽ പോയിട്ട് കാണാതെ വരുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ കൊല്ലത്ത് ഒരു വീട്ടിലെയാണ് 3 പേര്, അച്ഛനും മരുമകനും കൊച്ചുമകനും. ഈ തരത്തിൽ മരണം ഉണ്ടാകുന്നു. വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആൾ നിൽക്കുന്നു. അങ്ങനെ സമയത്ത് എന്ത് മാനസികാവസ്ഥയിലാണ് ഇത്രയും വലിയൊരു സദ്യ ഹോസ്റ്റ് ചെയ്തൊരു സദ്യ കാണുന്നത്? അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ അറിഞ്ഞില്ല 2018 അന്ന് മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു,
ഇതെല്ലാം ചോദിക്കുന്ന ആളുകളെ കളിയാക്കലാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് കുറയ്ക്കുന്നത്. അപ്പൊ അത് ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോ KSRTC ബസിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്. KSRTC ബസ് കയറാനായിട്ട് നിങ്ങളൊക്കെ ഒരു കാര്യമില്ലാതെ വന്നതല്ലേ? അപ്പൊ ബസ് ഉണ്ടാവില്ല, അല്ലെ ബസ് കേടാവും, അല്ലെ വണ്ടി ഓടിക്കില്ല. ഇത് ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. സ്റ്റേറ്റിന്റെ ഒരു പൊതുവിലെ സ്റ്റേറ്റിന്റെ ഒരു മന്ത്രിമാര് സ്വീകരിക്കേണ്ട സമീപനം ഇത്രയും ഏകാധിപത്യപരമാവരുത്. മാടമ്പിത്തരം കാണിക്കാനല്ല സർക്കാരിന്റെ പദവികളിൽ ആളിരിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.